ഹലോ, ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ഒരുപാട് PSC എക്സാമിന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലിമിറ്റ്, ഫിറ്റ് ആൻഡ് ടോളറൻസ്. അപ്പോൾ ഇതിൽ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചോദിക്കാറുള്ളൂ. ചിലപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഒന്നോ രണ്ടോ പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. അത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, ബട്ട് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ലിമിറ്റ്, ഫിറ്റ് ആൻഡ് ടോളറൻസ്. ടെർമിനോളജി ഓഫ് ലിമിറ്റ് സിസ്റ്റം. ലിമിറ്റ് സിസ്റ്റം നമുക്ക് കുറച്ച് ടേംസുകൾ പഠിക്കാനുണ്ട്. നമ്മൾ നോർമലി ഒരു ഫിറ്റിന് ഒരു ഹോളോ പോർഷനിൽ ഒരു സോളിഡ് പോർഷൻ ഇൻസേർട്ട് ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നെക്ക് ബോൾട്ട് അല്ലെങ്കിൽ ഒരു ബെയറിംഗിൻ്റെ ഉള്ളിൽ ഒരു ഷാഫ്റ്റ് ഇൻസേർട്ട് ചെയ്യാം. ഇങ്ങനെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലിമിറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസുകളുണ്ട്. ഇതിൽ കാണിച്ചിരിക്കുന്ന അടുത്ത ഷാഫ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഷാഫ്റ്റിന്റെ മുകളിൽ കുറച്ച് പോർഷൻ ഷെയ്ഡഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൽ ഹോള് കാണിച്ചിട്ടുണ്ട്. ഹോളിന്റെയും കുറച്ച് പോർഷൻസ് ഷെയ്ഡഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഷെയ്ഡഡ് പോർഷൻ? ഇപ്പൊ താഴെ ഒരു 0 ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ബേസിക് സൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് 0 ലൈൻ? നമുക്ക് നെറ്റ്, ബോൾട്ട് അല്ലെങ്കിൽ ഷാഫ്റ്റുകളൊക്കെ സ്റ്റാൻഡേർഡ് ഡയമീറ്റേഴ്സിൽ അവൈലബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡയമീറ്റർ എന്ന് പറയുന്നത് 20 mm ആണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡയമീറ്റർ 20 mm ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഷാഫ്റ്റ് ഈ 20 mm നമുക്ക് പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വേണമെങ്കിൽ ഷാഫ്റ്റിന്റെ സൈസ് ചെയ്യാം, അതേപോലെ തന്നെ കുറച്ച് വേണമെങ്കിൽ ഷാഫ്റ്റിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യാം. നമുക്ക് ഷാഫ്റ്റ് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ അവർ പറഞ്ഞു യു ക്യാൻ മാനുഫാക്ചർ ദ ഷാഫ്റ്റ് അപ് ടു എ സൈസ് ഓഫ് 19.9 mm from a size of 19.7 mm. നമ്മുടെ അടുത്ത് 19.7ലോ 19.9ലോ ഇടയിലുള്ള ഏത് ഡയമെൻഷൻ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പെർമിഷൻ തന്നു. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഷാഫ്റ്റിന്റെ ടോളറൻസ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഹോള്, ഇപ്പോൾ ബെയറിംഗിന്റെ ഉള്ളിലാണല്ലോ ഷാഫ്റ്റ് വയ്ക്കുക, അല്ലെങ്കിൽ നട്ടിന്റെ ഉള്ളിലാണല്ലോ ബോൾട്ട് വയ്ക്കുക. നട്ട് ഉണ്ടാകുമ്പോൾ നട്ടിന്റെ ഇന്നർ ഡയമീറ്ററും ഔട്ടർ ഡയമീറ്ററും അവർ സ്പെസിഫൈ ചെയ്യും. 20.1 മുതൽ 20.4 വരെ നിങ്ങൾക്ക് നട്ടിന്റെ സൈസ് വേരി ചെയ്യാൻ പറയും. അപ്പൊ അതാണ് നട്ടിന്റെ ടോളറൻസ് നമുക്ക് വരുന്നത്. അപ്പൊ നമുക്കൊരു ഒബ്ജക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമുക്ക് തരുന്ന ഫ്രീഡം ആണ് ഈ ടോളറൻസ് എന്ന് പറയുന്നത്. നമുക്ക് ആ ഒബ്ജക്റ്റ് എത്ര ആക്യുറസിയിൽ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ യൂസിനനുസരിച്ച് ഈ ആക്യുറസിയുടെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. ഇതിൽ ഞാൻ 0.3 mm ആണ് ഇതിൽ ടോട്ടൽ വേരിയേഷൻസ് പെർമിറ്റ് ചെയ്തേക്കുന്നത്. ഇതിനായിട്ട് വളരെ കുറഞ്ഞ വേരിയേഷൻസ് പെർമിറ്റ് ചെയ്യുന്ന ഒരുപാട് മാനുഫാക്ചറിങ് സൈറ്റുകൾ അല്ലെങ്കിൽ പ്ലാനുകൾ ഉണ്ടായിരിക്കും. അത്രയും മൈന്യൂട്ട് ക്ലിയറൻസിൽ പോലും മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്താണ് ടോളറൻസ്. ഓക്കെ, അപ്പൊ ബേസിക് സൈസ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന നെറ്റ് അല്ലെങ്കിൽ ബോൾട്ടിന്റെ ബേസിക് സൈസ് 20 mm ആണ്. നമ്മൾ ഉണ്ടാക്കിയ ബോൾട്ടിന്റെ സൈസും 20 mm ആണ്, നമ്മൾ ഉണ്ടാക്കിയ നെറ്റിന്റെ സൈസും 20 mm ആണ്. ബട്ട് അതിന് ചെറുതായിട്ടൊരു വേരിയേഷൻസ് നമുക്ക് അലൗഡ് ആണ്. അതിനാണ് നമ്മൾ ഈ ടോളറൻസ് എന്ന് പറഞ്ഞിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്ന രണ്ട് വേറെ ടേംസ് ആണ് അപ്പർ ഡീവിയേഷൻ ഓഫ് ഹോളും അതേപോലെ തന്നെ ലോവർ ഡീവിയേഷൻ. ഓക്കെ, അപ്പർ ഡീവിയേഷൻ, ലോവർ ഡീവിയേഷൻ. ഈ നമ്മൾ ഓൾറെഡി ഈ ഹോളിന്റെ ടോളറൻസ് മാർക്ക് ചെയ്തു. ടോളറൻസ് മാർക്ക് ചെയ്തപ്പോൾ ഈ ടോളറൻസും നമ്മുടെ ഈ 0 ലൈൻ തമ്മിൽ ചെറിയൊരു ഡയമെൻഷൻ അല്ലെങ്കിൽ ഗ്യാപ്പ് ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഹോളിന്റെ ബോട്ടം ലൈൻ, അതായത് മിനിമം സൈസ് ഓഫ് ഹോൾ എന്ന് പറയും. മിനിമം സൈസ് ഹോൾ ഇത്രയല്ലേ, ഇങ്ങനെ ആകുമ്പോഴാണ് ഹോളിന്റെ മിനിമം സൈസ്. ഇത് പറയുന്നത് ഹോളിന്റെ മാക്സിമം സൈസ് ആണ്. ഓക്കെ, അപ്പോൾ മിനിമം സൈസ് ഓഫ് ഹോളും ഈ 0 ലൈൻ നമ്മൾ ഡിഫറൻസിനാണ് നമ്മൾ ലോവർ ഡീവിയേഷൻ ഓഫ് ഹോൾ എന്ന് പറയുന്നത്. മിനിമം ഡീവിയേഷൻ സൈസ് ഓഫ് ഹോളും അതേപോലെ തന്നെ 0 ലൈൻ നമ്മൾ ഡിഫറൻസിനാണ് ലോവർ ഡീവിയേഷൻ ഓഫ് ഹോൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അപ്പർ ഡീവിയേഷൻ അഗെയിൻ, അപ്പോൾ മാക്സിമം സൈസ് ഓഫ് ഹോളും അതായത് ഹോളിന്റെ ഔട്ടർ ഡയമീറ്ററും 0 ലൈൻ നമ്മൾ ഡിഫറൻസിനാണ് നമ്മൾ അപ്പർ ഡീവിയേഷൻ ഓഫ് ഹോൾ എന്ന് പറയുന്നത്. ഈ അപ്പർ ഡീവിയേഷനും ലോവർ ഡീവിയേഷനും ഷാഫ്റ്റിനും ബാധകമാണ്. ഓക്കെ, അപ്പർ ഡിവിയേഷനും ലോവർ ഡിവിയേഷനും ഷാഫ്റ്റിനും ബാധകമാണ്. ഷാഫ്റ്റില് ഹോളിൽ വന്നപ്പോൾ മിനിമം സൈസ് ഓഫ് ഹോള് ലോവർ ഡീവിയേഷൻ ആയപ്പോൾ ഷാഫ്റ്റിൽ വന്നപ്പോൾ മാക്സിമം സൈസ് ഓഫ് ഷാഫ്റ്റ് ആണ് നമുക്ക് ലോവർ ഡീവിയേഷൻ ആയിട്ട് വരുന്നത്. ഷാഫ്റ്റിന്റെ മാക്സിമം സൈസ് ആണത്. ഇതാണ് ഷാഫ്റ്റിന്റെ മാക്സിമം സൈസ് ഓഫ് ഷാഫ്റ്റ്.
മാർക്ക് ചെയ്തത് മിനിമം സൈസ് മാക്സിമം സൈസ്, മിനിമം സൈസ് ഓഫ് ഹോൾ മാക്സിമം സൈസ് ഓഫ് ഹോൾ. ഷാഫ്റ്റിന്റെ മാക്സിമം സൈസും അതേപോലെ നമ്മൾ സീറോ ലൈൻ തമ്മിൽ ഡിഫറൻസിനെയാണ് നമ്മൾ ലോവർ ഡീവിയേഷൻ ഓഫ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഷാഫ്റ്റിന്റെ മിനിമം സൈസും സീറോ ലൈൻ ഡിഫറൻസിനെയാണ് നമ്മൾ അപ്പർ ഡീവിയേഷൻ ഓഫ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തിരിക്കുന്നത്. സിംപ്ലി അപ്പർ ഡീവിയേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒന്നെങ്കിൽ അപ്പർ ഡീവിയേഷൻ ഓഫ് ഷാഫ്റ്റ് വേണം അല്ലെങ്കിൽ അപ്പർ ഡീവിയേഷൻ ഓഫ് ഹോൾ വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ലോവർ അപ്പർ എന്ന് പറയുന്നത് താഴെ കിടക്കുന്നത് ലോവർ, മേലെ കിടക്കുന്നത് അപ്പർ, അത്രേ ഉള്ളൂ. അങ്ങനെ നോക്കിയാൽ മതി. ഹോളിന്റെ കേസിലും ഷാഫ്റ്റിന്റെ കേസിലാണെങ്കിൽ ചെറിയ ഡയമെൻഷൻസ് ആയിരിക്കും ലോവർ ഡീവിയേഷൻസ്, ലാർജർ ഡയമെൻഷൻസ് ആയിരിക്കും അപ്പർ ഡീവിയേഷൻസ്. ഓക്കെ, എങ്ങനെ ഓർത്ത് വെക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ മാക്സിമം ലിമിറ്റ്, മിനിമം ലിമിറ്റ്. അത് അപ്പർ ഡീവിയേഷനും ലോവർ ഡീവിയേഷനും പറഞ്ഞപ്പോൾ പറയുന്നതാണ് എന്താണ് ലിമിറ്റ്. ലിമിറ്റ് ഈസ് നത്തിങ് ബട്ട് ടു അപ്പർ ആൻഡ് ലോവർ എക്സ്ട്രീം പെർമിസിബിൾ സൈസ് ബിറ്റ്വീൻ വിച്ച് ദ ആക്ച്വൽ സൈസ് ഈസ് കണ്ടെയ്ൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഹോൾ ഉണ്ടാക്കാൻ അവർ പെർമിഷൻ തന്നത് കാരണം 20.4 മുതൽ 20.1 ഡയമീറ്ററിന്റെ ഇടയിലായിരിക്കും നമ്മൾ ഹോൾ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയിൽ എവിടെയേ വേണമെങ്കിലും നമ്മുടെ ആക്ച്വൽ സൈസ് വരാം. ഇതാണ് ഈ ഹോളിന്റെ ലിമിറ്റ്, 20.1 മുതൽ 20.4 വരെ. അതേപോലെ ഷാഫ്റ്റിന്റെ ലിമിറ്റ് എത്രയായിരുന്നു? 19.9 മുതൽ 19.7 വരെയാണ് ഷാഫ്റ്റിന്റെ ലിമിറ്റ്. അപ്പൊ നമ്മൾ ഷാഫ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഷാഫ്റ്റിന്റെ ഡയമെൻഷൻസ് 19.9നും 19.7നും ഇടയിൽ വരുന്ന മോഡലിൽ വേണം നമ്മൾ ഈ ഷാഫ്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ. ഇനി ക്വസ്റ്റൻ ആണ് യൂണിലാറ്ററൽ ആൻഡ് ബൈലാറ്ററൽ ടോളറൻസ്. യൂണിലാറ്ററൽ ആൻഡ് ബൈലാറ്ററൽ. ഇപ്പൊ നമ്മൾ നേരത്തെ വരച്ച ഫിഗർ പറയുകയാണെങ്കിൽ നമ്മുടെ സീറോ ലൈനിൽ നിന്ന് മുകളിലേക്ക് മാത്രമാണ് ഷാഫ്റ്റിന്റെ രണ്ട് സൈസും മാർക്ക് ചെയ്തത്, സീറോ ലൈനിൽ നിന്നും താഴേക്ക് മാത്രമാണ് ഷാഫ്റ്റിന്റെ ഹോളിന്റെയും രണ്ട് സൈസും മാർക്ക് ചെയ്തത്. ഓക്കെ, അപ്പൊ അതിൽ നിന്നും വേരിയേഷൻ വന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് മൈ സീറോ ലൈൻ, ഇതാണ് സീറോ ലൈൻ. ഓക്കെ, ഇപ്പൊ സീറോ ലൈനിൽ നിന്ന് ഓക്കെ ഇവിടെ വരച്ചിട്ടുണ്ട്, ദിസ് ഇസ് മൈ സീറോ ലൈൻ. സീറോ ലൈനിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്ന ഹോള് ഒരു സൈഡിലേക്ക് മാത്രമാണ് നമ്മുടെ പെർമിസിബിൾ ടോളറൻസ് കൊടുത്തിരുന്നെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് യൂണിലാറ്ററൽ. യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം. ഓക്കെ, വെൻ ബോത്ത് ലിമിറ്റ് ഓഫ് സൈസ് ആർ ഓൺ ദ സെയിം സൈഡ് ഓഫ് സീറോ ലൈൻ. ചിലപ്പോൾ അത് മുകളിലേക്ക് ആവാം, ചിലപ്പോൾ അത് താഴേക്ക് ആവാം. ഓക്കെ, അതിനെയാണ് നമ്മൾ യൂണിലാറ്ററൽ ടോളറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സൈഡിലേക്ക് മാത്രം. ഇത് ആദ്യത്തെ ഫിഗറിൽ അതിന്റെ മിനിമം സൈസ് 0 ആണ്, മാക്സിമം സൈസ് 0.2 ആണ്. അത് നമുക്ക് ഒരു ഡയറക്ഷനിക്ക് മാത്രമാണ്. രണ്ടാമത്തെ കേസിലെ 0.1 ആണ് അതിന്റെ മിനിമം സൈസ്, 0.02 ആണ് അതിന്റെ മാക്സിമം സൈസ്, അതും ഒരു ഡയറക്ഷനിക്കാണ്. മൂന്നാമത്തേല് 0യും -0.1 ആണ് അതിന്റെ സൈസ്, അതും 0 താഴേക്ക് മാത്രമാണ്, മേലിലേക്കില്ല. അപ്പൊ അതും യൂണിലാറ്ററൽ ആണ്. ഓക്കെ, ഒരു ഡയറക്ഷനിലേക്ക് മാത്രം, ഒന്നെങ്കിൽ അപ്വേർഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ്. സീറോ ലൈനിന്റെ ഓവർലാപ്പ് ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് യൂണിലാറ്ററൽ. ഓവർലാപ്പ് ചെയ്ത് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ബൈലാറ്ററൽ ടോളറൻസ്. അതായത് നമ്മളൊരു ഉണ്ടാക്കുന്ന ഒബ്ജക്റ്റ് ചിലപ്പോൾ അത് ഹോൾ ആയിരിക്കാം, ചിലപ്പോൾ അത് ഷാഫ്റ്റ് ആയിരിക്കാം. അതിന്റെ മിനിമം ഡയമെൻഷൻ സീറോ ലൈനിന്റെ താഴെ, അതിന്റെ മാക്സിമം ഡയമെൻഷൻ സീറോ ലൈനിന്റെ മേലെയായിട്ട് എടുക്കുകയാണെങ്കിൽ വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് എ ബൈലാറ്ററൽ ടോളറൻസ്. രണ്ട് ഡയറക്ഷനിലേക്കും കൊടുക്കുന്ന ടോളറൻസ് എന്ന് പറയും. വെൻ വൺ ഓഫ് സൈഡ് ഈസ് നോട്ട് one side of the zero line and the other limit of size is on the another side of the zero line. The tolerance is called bilateral tolerance. അതിനാണ് നമ്മൾ ബൈലാറ്ററൽ ടോളറൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബേസിക് സൈസിൽ നിന്നും രണ്ട് സൈഡിലേക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഉണ്ടാക്കുന്ന ഷാഫ്റ്റ് നമ്മുടെ അടുത്ത് എത്രയില്ല, നമ്മൾ ഷാഫ്റ്റിന്റെ ബേസിക് സൈസ് അഗൈൻ അത് 20 mm തന്നു. ഓക്കെ, നമ്മളോട് പറഞ്ഞു ഷാഫ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ 20.1 മുതൽ 19.9 വരുന്ന മോഡലിൽ ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ടോളറൻസ് എങ്ങനെയായിരുന്നു? ടോളറൻസ് രണ്ടിലേക്കും കൂടിയിട്ടാണ് എടുക്കുന്നത്. 20 മേലേക്കും പോയിട്ടുണ്ട്, 20 താഴേക്കും പോയിട്ടുണ്ട്. സീറോ ലൈൻ നമ്മൾ 20 ആണ്, അതിൽ നിന്ന് മേലേക്കും താഴേക്കും അവര് ഡീവിയേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് കോൾഡ് ബൈലാറ്ററൽ ടോളറൻസ്. ഇത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒരു രണ്ട് സൈസുകൾ വന്നിട്ട് ഇത് യൂണിലാറ്ററൽ ആണോ ബൈലാറ്ററൽ ആണോ എന്ന് ചോദിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചോദിക്കും ദ ബേസിക് സൈസ് ഓഫ് ഷാഫ്റ്റ് ഈസ് 40 mm. The permissible deviations are 40.003 and 40.005. So there is a unilateral or bilateral tolerance. അതുപോലെ അല്ലെങ്കിൽ the permissible deviation is 39.991. So that is a unilateral or bilateral tolerance. ഇത് രണ്ടും യൂണിലാറ്ററൽ ടോളറൻസ് ആണ്. ഇനി ബൈലാറ്ററൽ എങ്ങനെ വരും? ബൈലാറ്ററൽ ആണെങ്കിൽ എങ്ങനെ വരും? ബൈലാറ്ററൽ ആണെങ്കിൽ
ഒരെണ്ണം 14 മേലെ ആയിരിക്കും, മറ്റൊരെണ്ണം 14 താഴെ ആയിരിക്കും. That is called bilateral. For example, 40.003 to 39.00997. What is the deviation? Okay, in our own deviations on the deviation, upper limit lower limit difference deviation. In tolerance, in the tolerance 0.002, then tolerance 0.06. ഇതിന്റെയും രണ്ട് സൈസും ഡിഫറൻസ് 0.006 ആണ് നമ്മുടെ ടോളറൻസ്. ഈ ടോളറൻസ് എന്താണ് നമ്മൾ മാർക്ക് ചെയ്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഡിഫറൻസിനാണ് നമ്മൾ ടോളറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് രണ്ട് ടൈപ്പ് അലവൻസ് ഉണ്ട്. എന്താണ് പോസിറ്റീവ് അലവൻസ്, എന്താണ് നെഗറ്റീവ് അലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പോസിറ്റീവ് അലവൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഷാഫ്റ്റിന്റെ സൈസ് നമ്മുടെ ഹോളിന്റെ സൈസിനായിട്ടും കുറവായിരിക്കും. ഷാഫ്റ്റിന്റെ സൈസ് ഹോളിന്റെ സൈസിനായിട്ടും കുറവായിരിക്കും. Okay. Minimum material condition for hole and maximum material condition for shaft. ഇത് രണ്ടും എടുത്താൽ പോലും അവിടെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യും. അതാണ് നമ്മുടെ പോസിറ്റീവ് എലമെന്റ്സ് പറയുന്നത്. നെഗറ്റീവ് എലമെന്റ്സോ ഓവർലാപ്പ് ചെയ്ത് എടുക്കുന്നത്. ഹോളിന്റെ സൈസിനായിട്ടും ഷാഫ്റ്റിന്റെ സൈസ് ഓവർലാപ്പ് ചെയ്ത് എടുക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് എലമെന്റ്സ്. ഇനി നമ്മൾ പറയുന്ന പേരാണ് നെഗറ്റീവ് എലമെന്റ്സ്. ഇനി ഇതുപോലെ പി എസ് സിക്ക് ചോദിക്കുന്ന വേറെ ക്വസ്റ്റൻ ടൈപ്സ് ഓഫ് ഫിറ്റ്. ഇപ്പൊ എന്താണ് ഫിറ്റ്? ഫിറ്റ് എന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് ലൂസ്നെസ് ഓർ ടൈറ്റ്നെസ്. ചിലപ്പോൾ ചില ജോയിന്റുകൾ ലൂസ് ആയിരിക്കും, ചിലപ്പോൾ ചില ജോയിന്റുകൾ ടൈറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് തന്നെ നമ്മുടെ റിക്വയർമെന്റ് തന്നെ ഉണ്ട്, ചില ജോയിന്റുകൾ ലൂസ് ആയിരിക്കണം, ചില ജോയിന്റ് ടൈറ്റ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ സൈക്കിളിന്റെ വീല് ഫ്രീ ആയിട്ട് റൺ ആവണം, അപ്പൊ അത്ര ടൈറ്റ് പാടില്ല. ബട്ട് സൈക്കിളിന് നട്ട് ഊരി പോകാനും പാടില്ല, ടൈറ്റ് ആയിരിക്കും വേണം. അപ്പൊ ചില സൈഡിൽ ലൂസ്നെസ് വേണം, ചില സൈഡിൽ ടൈറ്റ്നെസ് വേണം. അപ്പൊ അതേപോലെ തന്നെ degrees of looseness or tightness between two mating parts is called fit. Okay, കുറച്ച് ടൈപ്പ് ഫിറ്റുകൾ നമുക്ക് പറയാം. ഈ ഫിറ്റുകൾ 3 ടൈപ്പാണ് ഉള്ളത്: ക്ലിയറൻസ് ഫിറ്റ്, ഇന്റർഫറൻസ് ഫിറ്റ്, ട്രാൻസിഷൻ ഫിറ്റ്. അപ്പോൾ ഈ ഫിറ്റുകൾ പറയുന്നത് നമ്മുടെ ഈ ടോളറൻസ് ലെവൽ വെച്ചിട്ടാണ്. ഓക്കെ, ആദ്യത്തെ ഫിറ്റിന് ക്ലിയറൻസ് ഫിറ്റ്. അപ്പൊ പേര് തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു ക്ലിയറൻസ് അവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അവിടെ എപ്പോഴും ഉണ്ടായിരിക്കും. ഒരു ഗ്യാപ്പ് എപ്പോഴും ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ഷാഫ്റ്റിന് എടുക്കാൻ പറ്റാവുന്ന മാക്സിമം സൈസ് എടുത്തു. ഓക്കെ, ഹോള് അതിന്റെ കുറയ്ക്കാൻ പറ്റാവുന്ന മാക്സിമം കുറഞ്ഞ സൈസിലും ഉണ്ടാക്കി. സ്റ്റിൽ ദ ഷാഫ്റ്റ് ഈസ് മൂവിങ് ത്രൂ ദ ഹോൾ വിത്ത് എ ക്ലിയറൻസ്. അതായത് ഷാഫ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഷാഫ്റ്റ്, ഫോർ എക്സാമ്പിൾ ഷാഫ്റ്റ് നിങ്ങളോട് ഉണ്ടാക്കാൻ പറഞ്ഞു 39.9 to 39.7 വരെ ഡയമെൻഷൻ ഉണ്ടാക്കാൻ പറഞ്ഞു. ഹോൾ ഉണ്ടാക്കാൻ പറഞ്ഞതോ 40 to 40.2 വരെ ഉണ്ടാക്കാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഷാഫ്റ്റിന്റെ സൈസ് ഏത് സൈസ് വെച്ചാലും, ഹോളിന്റെ സൈസ് പെർമിറ്റ് ചെയ്ത ഏത് സൈസ് വെച്ചാലും സിമ്പിൾ ആയിട്ട് ഷാഫ്റ്റ് ഹോളിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് പോകും. അവിടെ ഒരു ക്ലിയറൻസ് എപ്പോഴും ഉണ്ടാവും. എത്രയായിരിക്കും ഇതിലുണ്ടാകുന്ന ക്ലിയറൻസ്? എത്രയായിരിക്കും ഇതിലുണ്ടാകുന്ന മിനിമം ക്ലിയറൻസ്? 0.1 mm ക്ലിയറൻസ് എപ്പോഴും ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, ഇതിനെയാണ് നമ്മൾ ക്ലിയറൻസ് ഫിറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഫിറ്റ് ആണ് ഇന്റർഫിറൻസ് ഫിറ്റ്. അതായത് ഇപ്പൊ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ. ഓക്കെ, നമ്മള് ഹോളിന്റെ സൈസ് എത്ര വലുതാക്കിയാലും ഷാഫ്റ്റിന്റെ സൈസ് എത്ര ചെറുതാക്കിയാലും അത് സ്മൂത്ത് ആയിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ മൂവ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ ഹോളിന്റെ സൈസ് ഞാൻ വീണ്ടും മാർക്ക് ചെയ്യാണ്. ഹോളിന്റെ സൈസ് ഐ വിൽ ബി മാർക്കിംഗ് ഇറ്റ് ആസ് 39.8. ദിസ് ഈസ് 39.9. ഷാഫ്റ്റിന്റെ സൈസോ? ഷാഫ്റ്റിന്റെ സൈസ് 40.1. ഓക്കെ, അപ്പോൾ ഷാഫ്റ്റ് വലുത്, ഹോള് ചെറുത്. ഹോള് എത്ര വരെ വലുതാക്കാം? 39.9 വരെ ഹോളിന്റെ ഡയമീറ്റർ വലുതാക്കാം. ഷാഫ്റ്റിന്റെ ഡയമീറ്റർ ഏതുവരെ കുറയ്ക്കാം? 40 വരെ കുറയ്ക്കാം. അപ്പോഴും ഇതിന്റെ ഉള്ളിൽ കൂടെ അത് സ്മൂത്ത് ആയിട്ട് പോവില്ല. ചെറിയൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ അതിന്റെ ഉള്ളിൽ ഇൻസേർട്ട് ആയിട്ട് പോകുള്ളൂ. അത്ര വലിയ ക്ലിയറൻസ് ഒന്നും വരില്ല, ഞാൻ എക്സാമ്പിൾ പറഞ്ഞോളൂ. അപ്പോൾ എപ്പോഴും അവിടെ ഒരു എക്സ്ട്രാ മെറ്റീരിയൽ തള്ളി നിൽക്കുന്നതായിട്ട് വിൽ ബി 0.1 mm. ഈ കേസിൽ പറയുകയാണെങ്കിൽ 0.1 mm എക്സ്ട്രാ ഒരു ഇന്റർഫിറൻസ് വരും. That's why it is called interference fit. നമ്മൾ രണ്ട് ഫിറ്റ് ആയി, ക്ലിയറൻസ് ഫിറ്റും ആയി, ഇന്റർഫിറൻസ് ഫിറ്റും ആയി. ഇനി ഇതിൽ രണ്ടിലും പെടാത്ത
ഒരു ഫിറ്റ് ഉണ്ട്, അതായത് ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ വരുന്ന ഒരു ഫിറ്റ്. ഇറ്റ് ഈസ് കോൾഡ് ട്രാൻസിഷൻ ഫിറ്റ്. ഇറ്റ് ഈസ് കോൾഡ് ട്രാൻസിഷൻ ഫിറ്റ്. ഇതിപ്പോ എങ്ങനെ പറയാന്ന് വെച്ചാല് ഹോളിന്റെ സൈസ് മാക്സിമം ആവുക, ഷാഫ്റ്റിന്റെ സൈസ് മിനിമം ആവുക. അപ്പൊ എന്തായാലും അവിടെ ഒരു ക്ലിയറൻസ് ഫിറ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഹോളിന്റെ സൈസ് മിനിമം ആവുക, ഷാഫ്റ്റിന്റെ സൈസ് മാക്സിമം ആവുക, അപ്പൊ നമുക്ക് അവിടെ ഒരു ഇന്റർഫറൻസ് ഫിറ്റും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതായത് ഹോളിന്റെ സൈസ് മാക്സിമം ആയി, ഷാഫ്റ്റിന്റെ സൈസ് മിനിമം ആക്കിയാല് ഷാഫ്റ്റ് ഹോളിന്റെ ഉള്ളിൽ കൂടെ സ്മൂത്ത് ആയിട്ട് പാസ്സായി പോകും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഹോളിന്റെ സൈസ് നമ്മൾ മിനിമം ആക്കി, then we are increasing the shaft size, then it will be difficult to pass the shaft through the hole. So that is called transition fit. That is called transition fit. നമുക്ക് ഓരോ ഡയമെൻഷൻസ് വെറുതെ സാമ്പിൾ ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കാം. Let it be 39.9, let it be 40.1, let this be 40, let this be 40.2. Okay, അപ്പോൾ ഈ ഡയമെൻഷൻസ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും അവിടെ ഒരു മിനിമം ക്ലിയറൻസ് നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റില്ല. മാക്സിമം ക്ലിയറൻസ് എത്ര വരും? 40.2, 39.9. ഇത് ഈ ഫിറ്റിനുണ്ടാകുന്ന മാക്സിമം ക്ലിയറൻസ് 40.2 മൈനസ് 39.9 ആയിരിക്കും 3 mm. ഇതിലുണ്ടാകുന്ന മിനിമം ക്ലിയറൻസ് എത്രയായിരിക്കും? 40 മൈനസ് 40.1, ദാറ്റ് ഈസ് മൈനസ് 0.1 ആയിരിക്കും മിനിമം ക്ലിയറൻസ്. അപ്പോൾ ഒരു ക്ലിയറൻസ് ഫിറ്റും ഉണ്ടാവും, അവിടെ ഒരു ഇന്റർഫറൻസ് ഫിറ്റും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതാണ് ട്രാൻസിഷൻ ഫിറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ടൈപ്സ് ഓഫ് ഫിറ്റിൽ വരുന്നത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമ്മുടെ ഈ ടോപ്പിക് കംപ്ലീറ്റ് ആയി. ദാറ്റ് ഈസ് കോൾഡ് ഹോൾ ബേസിസ് സിസ്റ്റം ആൻഡ് ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം. ഓക്കെ, ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നത് ഹോൾ ബേസിസ് സിസ്റ്റത്തിലെയും ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റത്തിലെയും ബേസിക് സൈസിന്റെ ഫിക്സിംഗ് ആണ്. ഓക്കെ, ഇതിന് ബേസിക് സൈസ് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ നോക്കുന്നതാണ് ഹോൾ ബേസിസ് സിസ്റ്റം. ഹോൾ ബേസിസ് സിസ്റ്റത്തിൽ നമ്മൾ ബേസിക് സൈസ് ഹോളിലാണ് വെക്കുക, അത് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റത്തിൽ ഷാഫ്റ്റിലാണ് വെക്കാം, അതും നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാം. ഹോൾ ബേസിസ് സിസ്റ്റത്തിലെ ബേസിക് സൈസ് എന്ന് പറയുന്നത് ഹോളിന്റെ മിനിമം സൈസ് ആണ്. ഹോൾ ബേസിസ് സിസ്റ്റത്തിലെ ബേസിക് സൈസ് എന്ന് പറയുന്നത് ഹോളിന്റെ മിനിമം സൈസ് ആണ്. ഓക്കെ, അപ്പോൾ ഹോൾ മിനിമം എന്ന് എഴുതിക്കാം, ഹോളിന്റെ മിനിമം സൈസ് ആണ്. ബട്ട് ഷാഫ്റ്റ് ബേസിസിലാണല്ലോ, ഷാഫ്റ്റ് ബേസിസിലെ ബേസിക് സൈസ് എന്ന് പറയുന്നത് ഷാഫ്റ്റ് മാക്സിമം ആണ്. ഷാഫ്റ്റിന്റെ മാക്സിമം സൈസ് ആണ് ഷാഫ്റ്റ് ബേസിസിന്റെ ബേസിക് സൈസ്. ഓക്കെ, ഇനി നമ്മൾ എന്തിന് സൈസ് വേരി ചെയ്യും? വേരി ചെയ്യുന്നത് ഹോൾ ബേസിസ് സിസ്റ്റത്തിലാണ് ഷാഫ്റ്റിന്റെ ഡിഫറെന്റ് സൈസുകൾ വേരി ചെയ്തിട്ട് നമുക്ക് 3 ടൈപ്പ് ഫിറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം ആണെങ്കിൽ ഹോളിന്റെ സൈസുകൾ വേരി ചെയ്ത് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന് 2 ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാവുന്നത്. ഹോൾ ബേസിസ് സിസ്റ്റത്തിലെ ബേസിക് സൈസ് എന്ന് പറയുന്നത് ഷാഫ്റ്റിന്റെ മാക്സിമം സൈസോ മിനിമം സൈസോ, ഹോളിന്റെ മാക്സിമം സൈസ് മിനിമം സൈസ്, അങ്ങനെ ഉണ്ടായിരിക്കും ഓപ്ഷൻസ്. ഇൻ ഹോൾ ബേസിസ് സിസ്റ്റം the basic size is fit at the maximum size of shaft, minimum size of shaft, maximum size of hole, minimum size of hole. അതേപോലെ തന്നെ മറ്റു തിരിച്ച് നമുക്ക് ചോദ്യം വരാം. In shaft based system, maximum size is fit for maximum size of shaft, minimum size of shaft, maximum size of hole, minimum size of hole. ഇത്രയാണ് നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു സാമ്പിൾ ആയിട്ടൊരു എക്സസൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസേഴ്സ് നമുക്ക് ABCD എന്ന് പറഞ്ഞിട്ട് ഒന്ന് കമന്റ് ചെയ്താല് നമുക്ക് ഒന്നായിരിക്കും. അതായത് ഇത് ഒരു ഷാഫ്റ്റ് അല്ലെങ്കിൽ ഹോളിന്റെ മാക്സിമം തന്നിരിക്കുന്ന ഇങ്ങനെ ഡിസിഗ്നേറ്റ് ചെയ്യാം. നമ്മളൊരു ഒരു ഹോൾ അല്ലെങ്കിൽ ഷാഫ്റ്റ് വെച്ച് അങ്ങനെ ഡിസിഗ്നേറ്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ മാക്സിമം സൈസ് എത്രയാണ്, മിനിമം സൈസ് എത്രയാണ്, ടോളറൻസ് എത്രയാണ് ഒന്ന് കമന്റ് ചെയ്യണം. മാക്സിമം സൈസ് എത്രയാണ്, മിനിമം സൈസ് എത്രയാണ്, ടോളറൻസ് എത്രയാണ് ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.